നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ യൂണിറ്റായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ യൂണിറ്റിന് അത്രയും കണ്ടന്റ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നില്ല. നമുക്ക് എളുപ്പത്തിൽ നോക്കി പോവാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയാത്ത പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത് ഒരു 3 പേർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എന്തിന്റെയാണെന്ന് നോക്കുക. അച്ചായി സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീല മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്ന് പോരാടേണ്ടിയിരിക്കുന്നു. എന്റെ മകനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിൽ നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്ത് നിൽക്കാനും നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കാനും കഴിയുമെന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതേ നോബിൻ പറഞ്ഞത് വളരെ ശരിയാണ്. നാം വളരെ കാലമായി നിശബ്ദരാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറകൾക്കായി നമുക്ക് ഒന്നിച്ച് പോരാടാം. 1858-59 കാലഘട്ടത്തിൽ ദീനബന്ധു മിത്ര രചിച്ചിട്ടുള്ള ഒരു നാടകമാണ് ഈ നീൽ ദർപ്പണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇൻഡിഗോ പ്ലാന്റർമാർ ഇന്ത്യൻ കർഷകരോട് കാണിച്ചിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഇന്ത്യൻ ജനതയോട് കാണിച്ചിട്ടുള്ള മോശമായ രംഗങ്ങളും എല്ലാം ചിത്രീകരിച്ചിട്ടിരുന്ന ഒരു നാടകമാണ് ഏതെന്ന് പറയുന്നത് നീൽ ദർപ്പണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ കർഷകര് നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ച് അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ കർഷകർ നേരിടേണ്ടി വന്നിട്ടുള്ള കൊടിയ പീഡനങ്ങളും മാനസിക പീഡനങ്ങളും എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും തുറന്നു കാട്ടുന്ന ഒരു നാടകമാണ് ഏതെന്ന് പറയുന്നത് നീൽ ദർപ്പണം എന്ന് പറയുന്നത്. കർഷകർ ഈ നീലം കൃഷി ചെയ്യാൻ വേണ്ടി വിസമ്മതിക്കുകയും പിന്നീട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു കലാപമായിട്ട് നീലം കലാപം മാറുകയാണ്. അങ്ങനെ 1859 ഈ നീലം ലഹള ഇന്ത്യയിൽ ആരംഭിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നീലം കലാപമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ ആ ഒരു പേജിൽ പഠിക്കാനുള്ളത്. പിന്നീട് നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നൽകിയ സംഭാഷണം ശ്രദ്ധിച്ചു. ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ടുള്ള ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പണം നാടകത്തിലെ ഭാഗമാണ്. നീലം തോട്ടമുടമകളുടെ ചൂഷണത്തിനെതിരെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കണ്ട. താഴോട്ട് വരുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും എന്തുണ്ടായിരുന്നു? വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ, 19ാം നൂറ്റാണ്ട് തുടങ്ങുന്ന നമുക്കറിയാം 1800കളിലാണ്. 1800കളിലെ രണ്ടാം പകുതിയിൽ ഏതാണ്ട് 1857 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭിന്നതകൾക്കെല്ലാം അപ്പുറം എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെടുന്നു കൊടുത്തുകൊണ്ട് 1857 കലാപന കാരണങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ദാദാഭായ് നവറോജിയുടെ കുറച്ച് കാര്യങ്ങൾ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റെനൈസൻസ് ലീഡറാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നു എന്ന തന്റെ നിരീക്ഷണം, ചോർച്ചാ സിദ്ധാന്തം അല്ലെ, ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന ലോക്കൽ പ്രശസ്തമായിട്ടുള്ള ഒരു തിയറി അദ്ദേഹം ഈ ഒരു ടെക്സ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ് നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഈ ഒരു ടെക്സ്റ്റിലൂടെ സാധിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു പേജിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നീട് നമുക്ക് വരുമ്പോൾ സാമ്പത്തിക നയം. ഇന്ത്യയുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ അവരുടെ സാമ്പത്തിക നയം എങ്ങനെയായിരുന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ഓടിച്ചു പോവുകയാണ്. കാരണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വിട്ടാൽ മതി. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായിട്ട്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ടും ഇന്ത്യ അവർ മാറ്റി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയ 3 വ്യക്തികളായിരുന്നു ദാദാഭായ് നവറോജി, അതേപോലെ തന്നെ R.C. ദത്ത്, മഹാദേവ്, ഗോവിന്ദ റാനഡെ തുടങ്ങിയവർ. അവരൊക്കെ നമുക്കറിയാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു അവരെന്നും ആ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. ആ പേജിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ദാദാഭായ് നവറോജിയുടെ ആ 2 കാര്യങ്ങൾ, ആ ടെക്സ്റ്റ്, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ്, അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ വന്ധ്യവയോധികനാണെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത നമ്മൾ പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അതായത് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം, നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് നമുക്കറിയാം. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മളിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു വലിയ ഒരു നിലയിലേക്ക് എത്തിപ്പെടുത്താനോ നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചേർന്ന ഒരു പൗരന്മാരായിട്ട് നമ്മളെ മാറ്റാനോ ഒന്നും വേണ്ടിയിട്ടല്ല ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ
രാജ്യങ്ങളുള്ള അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം എന്ത് ചെയ്ത് പ്രചരിച്ചത്. നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായിട്ട് തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളുടെ അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്തുള്ളവരായിട്ട് മാറുകയാണ്? അവബോധമുള്ളവരായിട്ട് മാറുകയാണ്. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാര് തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലാണെന്ന് ചിന്തിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയൊക്കെ അവർ നിരന്തരം സംസാരിക്കുകയൊക്കെ ചെയ്തു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇങ്ങനെയാണ് ദേശീയത ഇന്ത്യയിൽ വഴിതെളിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയത ഉണ്ടാവുന്നത് ഇങ്ങനെയാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നീട് വരുന്നത് നോക്കിയേ, അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പഠിക്കാൻ. അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതാണ്ട് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് താഴോട്ട് വരുമ്പോൾ സാഹിത്യവും പത്രങ്ങളും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാരും അവരുടെ ഭാഷയും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സാഹിത്യവും പത്രങ്ങളും ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട റെനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്. അവർ ഒരുപാട് പത്രങ്ങളും അതുപോലെ ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേശീയതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്നത് മറ്റുള്ള നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടെക്സ്റ്റുകൾ അവർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അപകടനയും ചൂഷണവും ഒക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയമായി. നമുക്കറിയാം അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായിരുന്നു ആരൊക്കെ? ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയവരുടെ കൃതികൾ എന്ത് ചെയ്തു? ദേശീയ ബോധം ജനങ്ങളിൽ വളർത്താൻ സഹായിച്ചു. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാർ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറും ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ബംഗാളി ഭാഷയിലായിരുന്നു. അവരൊക്കെ പശ്ചിമ ബംഗാളിലുള്ളവരായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ഏത് ഭാഷയിലായിരുന്നു ടെക്സ്റ്റുകൾ എഴുതിയെന്ന് ചോദിച്ചാൽ അവർ ബംഗാളി ഭാഷകളിലായിരുന്നു കൂടുതൽ ടെക്സ്റ്റുകൾ എഴുതും. അതുപോലെ തന്നെ ലക്ഷ്മിനാഥ് ബസ് ബറുവ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനുണ്ട്. അതായത് ആസാമിയായിരുന്നു. ആസാമീസ് ഭാഷയിലായിരുന്നു എന്ത് ചെയ്തത്? അദ്ദേഹം ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത്. അതേപോലെ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. നീലം കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളതെന്ന് കേട്ടിട്ടുള്ളതാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ അദ്ദേഹം മറാത്തിക്കാരനായിരുന്നു. മറാത്ത ഭാഷയിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിലാണ് ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് മറാത്തി ഭാഷയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ് ഭാഷയിലെ ടെക്സ്റ്റുകൾ എഴുതിയ വ്യക്തിയായിരുന്നു. അതേപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറും ബംഗാളി ഭാഷയിലായിരുന്നു ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഈ 3 ഭാഷകൾ നമ്മൾ വ്യക്തമായിട്ട് ആരുടെയൊക്കെ ആയിരുന്നു എന്ന് പഠിക്കണം. ഓക്കെ, പിന്നീട് അടുത്ത പേജിലേക്ക് വരുമ്പം നോക്കാം. വീണ്ടും ആ ഒരു തുടർച്ച എന്നാണ് കൊടുത്തിട്ടുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി, നമുക്കറിയാം, ഇത് കേട്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി ടെക്സ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തമിഴ് ഭാഷയിലായിരുന്നു. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ് ഭാഷയിലായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി എന്ത് ചെയ്തത്? ടെക്സ്റ്റുകളൊക്കെ ഇറക്കിയത്. അതുപോലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അതുപോലെ പ്രേംചന്ദ് ഇവർ രണ്ടുപേരും ഹിന്ദി ഭാഷയിലായിരുന്നു ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരണം ഒരു ഹിന്ദിക്കാരനായിരുന്നു അത്. അതുപോലെ തന്നെ പ്രേംചന്ദ് ആരായിരുന്നു? ഒരു ഹിന്ദിക്കാരനായിരുന്നു. അദ്ദേഹം ഹിന്ദിയിലായിരുന്നു എന്ത് ചെയ്തത്? സാഹിത്യ കൃതികളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ നോക്കിയാൽ അൽതാഫ് ഹുസൈൻ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതായിരുന്നു. ഒന്നേ അറബായിരിക്കും അല്ലെങ്കിൽ ഉറുദു ആയിരിക്കും അല്ലെ? അറബ് എന്തായാലും അല്ലെന്ന് അറിയാം. ഉറുദു ഭാഷകളായിരുന്നു പണ്ടത്തെ സാഹിത്യകാരന്മാരൊക്കെ എന്ത് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഉറുദു സാഹിത്യകാരന്മാർ എന്ത് ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കറിയാം. അൽതാഫ് ഹുസൈൻ ഹാലി ഏതാണ്? ഉറുദു ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ വള്ളത്തോൾ നാരായണ മേനോൻ നമുക്കറിയാം മലയാള ഭാഷയിലാണ്. അപ്പോൾ ഈ സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ്. അതുപോലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദ് ഇവർ രണ്ടുപേരും എന്താണ്? ഹിന്ദിയാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ആണ്. ഓക്കെ, വള്ളത്തോൾ നമുക്കറിയാലോ. പിന്നീട് അവിടെ കൊടുത്തേക്ക് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനം തുടക്കം കുറിച്ചത് നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. ഇത് ബേസിക് ആയിട്ടുള്ള ഫാക്ട് ആണ് അല്ലെ? രാജാറാം മോഹൻ റോയ് ആണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തറിയപ്പെടുന്നുണ്ട്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലെ? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നൊക്കെയാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബംഗാളി ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ് സംവാദ് കൗമുദി എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സംവാദ് കൗമുദി അല്ലെങ്കിൽ സംവാദ് കൗമുദി നമ്മൾ ടെക്സ്റ്റുകളൊക്കെ റാങ്കുകളിലൊക്കെ പഠിക്കുന്നത് എന്താണ്? സംവാദ് കൗമുദി എന്നൊക്കെയാണ് അല്ലെ? ഇതിനകത്ത് സംവാദ് കൗമുദി എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നാണ്. സംവാദ് കൗമുദി ആരാണ്? ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ അത് ബംഗാളി ഭാഷയിലാണെന്ന് പറയാം. ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ നമുക്കറിയാം. മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലായിരിക്കും? അത് പേർഷ്യൻ ഭാഷയിൽ. പണ്ടൊക്കെ എല്ലാം പേർഷ്യൻ ഭാഷകളിലായിരുന്നു കൂടുതലും. അതേപോലെ ഉറുദു ഭാഷകൾ പേർഷ്യൻ ഭാഷകളിലൊക്കെ ആയിരുന്നു കൂടുതലും ടെക്സ്റ്റുകളൊക്കെ എഴുതുന്നത്. അപ്പോൾ മിറാത്തുൽ അക്ബർ പിന്നെ പേർഷ്യൻ ഭാഷയിലും ബംഗാളി ഭാഷയിലായിരുന്നു ഇതെന്ന് പറയുന്നത്
നമ്മുടെ സംവാദ് കൗമുദി എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവച്ച് പ്രധാന പത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പത്രങ്ങൾ ഏത് ഭാഷയിലാണെന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഈ ടെക്സ്റ്റിൽ ഇങ്ങനെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷിന്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ് ആ ഒരു പത്രം എന്ന് പറയുന്നത്. ദ ഹിന്ദു നമുക്കറിയാം ഇംഗ്ലീഷ് ടെക്സ്റ്റ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷിലാണ് നമുക്കറിയാം. അതൊക്കെ ആധുനിക പത്രങ്ങളാണ്. അതുപോലെ തന്നെ മാതൃഭൂമി നമുക്കറിയാം. അതുപോലെ അല്ലമീനൊക്കെ മലയാളത്തിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഈ അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലായിരുന്നു. ദ ഹിന്ദു ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നീട് താഴ്ത്തു വരുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണ ആയുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആര് ചെയ്യുന്നത്, ഈ പറയുന്ന ഈ സാംസ്കാരിക നായകന്മാരെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, പുസ്തകങ്ങൾ ഇറക്കിയാലും പത്രങ്ങൾ ഇറക്കിയാലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ടെക്സ്റ്റുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കോമൺ വികാരം എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമായത് എന്താണ്, ഈ പത്രങ്ങളും സാഹിത്യകൃതികളുമാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരു ആക്ട് കൊണ്ടുവന്നു, നാട്ടുഭാഷാ പത്ര നിയമം, വെർണക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നാട്ടുഭാഷാ പത്ര നിയമം, വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ലിറ്റൻ പ്രഭു ആണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. ലിറ്റൻ പ്രഭു ആണ് നാട്ടുഭാഷാ പത്ര നിയമം, വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനു വേണ്ടി കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങൾക്കെതിരെ, പത്രങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ കൊണ്ടുവന്ന ആക്ടാണ്. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള ഒരു പ്രചാരണ ആയുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ ലിറ്റൻ പ്രഭു നാട്ടുഭാഷാ പത്ര നിയമ ആക്ട് പാസ്സാക്കിയത്. ഈ നിയമത്തിനെതിരെ എന്ത് ചെയ്തു, ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവരുടെയൊക്കെ പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴോട്ട് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റുകൾ, ഇതേപോലെ തന്നെ പത്രങ്ങൾ ഒക്കെ തുടങ്ങി. അതേപോലെ തന്നെ മറ്റു കാര്യമായിരുന്നു നമുക്ക് ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം, ഐക്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അത് തുടങ്ങിയ വ്യക്തികളുടെ പ്രത്യേകതകളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന് ആവശ്യകത ബോധ്യപ്പെടുത്താൻ വേണ്ടി ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പിന്നീട് അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. രാജാറാം മോഹൻ റോയ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്നു ആര്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനനം അത് ഇമ്പോർട്ടന്റ് ആണ്, വർഷം പഠിക്കണം. 1772 1772 ബംഗാളിൽ ആയിരുന്നു ആര് ജനിച്ചത്, രാജാറാം മോഹൻ റോയ് ജനിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് ലാംഗ്വേജുകൾ അറിയാമായിരുന്നു, ഒരുപാട് മതത്തിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ക്രൈസ്തവ, ഇസ്ലാം, ഹിന്ദു, ജൂത മതങ്ങളിൽ അഗാധമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു, ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം രാജാറാം മോഹൻ റോയുടെ പ്രത്യേകതയായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച വർഷം ഞാൻ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. അതുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താക്കിന്റെ പിതാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 1772 ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1772 ബംഗാളിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള നോക്കിയേ, രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലേ, ഒന്നാമത്തെ പ്രത്യേകത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സതി നിർത്തലാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച വ്യക്തിയാണ് ആര്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്, ശരിയായത് ഏത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ ചോദിക്കാം. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ച വ്യക്തിയാണ് ആര്, രാജാറാം മോഹൻ റോയ്. അതുപോലെ ബ്രഹ്മ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രഹ്മ സമാജം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടി, ഇത് നമുക്കറിയാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ട വ്യക്തിയാണ് ആര്, രാജാറാം മോഹൻ. അപ്പൊ രാജാറാം മോഹൻ റോയെ കുറിച്ച് 6 പ്രത്യേകതകളാണ്, 6 സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 6ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്താണ്, സതി നിർത്തലാക്കി, ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു, അതുപോലെ ബ്രഹ്മ സമാജം സ്ഥാപിച്ചു, ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടി, സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ഇത് 6ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം രാജാറാം മോഹൻ റോയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്, അല്ലാത്തത് ഏത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാം. പിന്നീട് വരുന്നതാണ് താഴെ രണ്ടാമത്തെ വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ കുറിച്ച് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ PSC എക്സാമിനും കാണാൻ പറ്റുന്ന ഒരു ഒന്നാണ്. മഹാരാഷ്ട്രയിൽ താഴ്ന്നു നിന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ജ്യോതിറാവ് ഫുലെ ഏത് സംസ്ഥാനത്ത് ജനിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്.
മഹാരാഷ്ട്രക്കാരനായിരുന്നു. ആരെന്ന് പറയുന്നത് ഡെക്കാനായിരുന്നു ആര്, നമ്മുടെ ജ്യോതിറാവു ഫൂലെ. അപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവരുടെ സ്ത്രീകളുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് സത്യശോധക സമാജം, ഇതും ചോദിച്ചിട്ടുണ്ട്. സത്യശോധക സമാജം എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? അതാരാണ്? നമ്മുടെ ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക സമാജം ഒരുപാട് തവണ ചോദിച്ചാണ്. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക. അപ്പൊ സത്യശോധക സമാജം ആരെയാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്യോതിറാവു ഫുലെയാണ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ഒരുപാട് ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സത്യശോധക സമാജത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വിധവകളുടെ മക്കൾക്ക് എന്താണ് സംരക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ വിധവകളുടെ വിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്ന് വേണ്ടിയിട്ടാണ് ഈ സത്യശോധക സമാജം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ, ദളിതർ എന്നിവയ്ക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജനത ആദര സൂചകമായിട്ട് അദ്ദേഹത്തിനെ മഹാത്മാ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മഹാത്മാ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജ്യോതിറാവു ഫൂലെയാണ്. സത്യശോധക സമാജമാണ് അദ്ദേഹത്തിന്റെ സംഘടന. സത്യശോധക സമാജം ഏത് കാര്യത്തിനും നിലകൊണ്ടിട്ടുണ്ട്? വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനും വേണ്ടിയിട്ടും തുടങ്ങിയ, അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവായിരുന്നു ആരെന്ന് പറയുന്നത് ജ്യോതിറാവു ഫൂലെ എന്ന് പറയുന്നത്. അദ്ദേഹം മഹാത്മാ എന്നാണ് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായിട്ട് സാവിത്രിബായി ഭൂലെയും ഒപ്പമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരെന്താണ്? സാവിത്രിബായി ഭൂലെ. സാവിത്രിബായി ഭൂലെ അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വൈഫാണ്. നിരവധി പെൺ പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായി എന്ത് ചെയ്തു? വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജ്യോതിറാവു ഫൂലെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പം പണ്ഡിത രമാബായിയെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സാമൂഹിക പരിഷ്കരണ രംഗത്ത് സ്ത്രീ സാന്നിധ്യമായിരുന്ന പണ്ഡിത രമാബായി, അവർ ഏത് സംസ്ഥാനത്തുള്ളവരായിരുന്നു വെച്ചാൽ കർണാടക സ്വദേശിയായിരുന്നു. അത് പഠിക്കണം കേട്ടോ, കർണാടക സ്വദേശിയായിരുന്നു. ജ്യോതിറാവു ഫൂലെ മഹാരാഷ്ട്രക്കാരനായിരുന്നെങ്കിൽ പണ്ഡിത രമാബായി കർണാടകക്കാരിയായിരുന്നു, കർണാടക സ്വദേശിയായിരുന്നു പണ്ഡിത രമാബായി. അവര് സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. ആര്? കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. വേണമെങ്കിൽ ഇതൊരു ചോദ്യമായിട്ട് വരാം. കൽക്കത്ത സർവകലാശാലയിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ്? നമ്മുടെ പണ്ഡിത രമാബായി ആണ്. ഒക്കെ പേരിനെ തന്നെ ഉണ്ടായിട്ട് നമുക്കറിയില്ലേ, പണ്ഡിത രമാബായി ഒരു കർണാടകക്കാരിയാണെന്ന് മനസ്സിലാക്കണം. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിലൂടെ നിരവധി സ്കൂളുകളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം, ഇത് 50,000 തവണ PSC ചോദിച്ചാണ്, ഇമ്പോർട്ടന്റ് ആണ്. ആര്യ മഹിളാ സമാജം അതാരാണ് സ്ഥാപിച്ചത്? അറിയാത്തവർ എഴുതിയെടുക്കുക, അറിയാത്തവർ മാത്രം നോട്ട് ചെയ്യുക. ആര്യ മഹിളാ സമാജം ആര് സ്ഥാപിച്ചതാണ്? അത് നമ്മുടെ പണ്ഡിത രമാബായി ആണ്. ആര്യ മഹിള ആർക്ക് വേണ്ടിയിട്ടാണ്? പെൺകുട്ടികളുടെ വിധവകളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആര്യ മഹിളാ സമാജം എന്ന് പറയുന്നത്. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം, സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിയാത്തവർ നോട്ട് ചെയ്യുക. അപ്പൊ ആര്യ മഹിളാ സമാജം പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയാണ്. അതുപോലെ തന്നെ വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം സ്ഥാപിച്ചത് ആരാണ്? എന്നാൽ അഭയകേന്ദ്രമാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിധവകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തുടങ്ങിയതാണ് ശാരദാ സദനം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. INC ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. 1889 ബോംബെയിൽ വെച്ച് നടന്ന INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായികയായിരുന്നു ആര്? പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. അപ്പൊ പണ്ഡിത രമാബായിയെ കുറിച്ച് ഇത്രയും മനസ്സിലായല്ലോ. അവർ കർണാടകക്കാരിയായിരുന്നു. കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അതുപോലെ തന്നെ ഇവര് ശൈശവ വിവാഹത്തിനെതിരെയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് നിലകൊണ്ട ഒരു നവോത്ഥാന നായികയായിരുന്നു. അവർ ആര്യ മഹിളാ സമാജം എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചു. അതിന് വേണ്ടിയിട്ടായിരുന്നു വിധവകളുടെ, അതുപോലെ തന്നെ വിധവകൾക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം അത് സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി ആണ്. അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അതും പണ്ഡിത രമാബായി ആണ്. ഇത്രയും അവരെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപകരെയും കുറിച്ചിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കുക, പ്രാർത്ഥനാ സമാജം, ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സ്ഥാപകരും ഒക്കെ നമുക്ക് അറിയാവുന്നൊക്കെ ഉണ്ട്. പ്രാർത്ഥനാ സമാജം നമുക്കറിയാം, ആത്മാറാം പാണ്ഡുരംഗ്. ഇത് ഓരോരുത്തർ പഠിക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എപ്പോഴും ആത്മാർത്ഥമായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ഞാനൊന്നുകൂടെ പറഞ്ഞുള്ളൂ. അപ്പൊ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. അതുപോലെ ആര്യ സമാജം നമുക്കറിയാം ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരു കോഡ് വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ആദ്യമായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് ചിലപ്പം കണക്ട് ചെയ്യാൻ പാടായിട്ട് തോന്നും, അല്ലെങ്കിൽ ചിലപ്പം വിട്ടുപോകും, മറന്നുപോകും. പക്ഷെ ഇത് ഇഷ്ടംപോലെ തവണ പഠിച്ചു വെച്ചിട്ടുള്ള, ഇതൊക്കെ കാണാതെ അറിയാവുന്ന ഒരുപാട് പേര് കാണും. അപ്പൊ അവർക്ക് എന്താണ് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇത് ഇന്നയാളാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്നയാളാണ് സ്ഥാപിച്ചത്, നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് അറിയാത്തവർക്ക് അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്നവർക്ക്, മറന്നു പോകുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോഡ് ഉപയോഗിച്ചിട്ട് വേണം അത് കണക്ട് ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഇപ്പൊ ഈ ഒരു കോഡ് വെച്ച് ഒരു വട്ടം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ അത് മറക്കത്തില്ല. അപ്പൊ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഈ ആര്യ സമാജമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്. ആര്യ എന്ന് പറയുന്നത് വെച്ച് എന്താണ്, ഭയങ്കര ദയുള്ളതാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കോഡ് ചെയ്യാം. ദയുള്ള കൊച്ചാണ് ആര്യ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ സ്വാമിമാർക്ക് ഭയങ്കര ദയ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അത് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ അലിഗഡ് നമുക്കറിയാം, അലിഗഡ് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി, ഇത് എപ്പോഴും ചോദിക്കുകയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവറ്റ്സ്കിയും അതുപോലെ തന്നെ കേണൽ ഓൾക്കോട്ടുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്തത്, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. രാമകൃഷ്ണ മിഷൻ നമുക്കറിയാം, സ്വാമി വിവേകാനന്ദനാണ്. ഈ പറയുന്ന ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരിണി സമാജം നമുക്കറിയാം, ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം ബന്ദലുവാണ് അല്ലെ, വീരേശലിംഗം ബന്ദലുവാണ് ഹിതകാരിണി സമാജം. അതുപോലെ സ്വാഭിമാന പ്രസ്ഥാനം വി രാമസ്വാമി നായ്ക്കരാണ്. ഈ രാമസ്വാമി നായ്ക്കരാണ് എന്ത് ചെയ്തത്, സ്വാഭിമാന പ്രസ്ഥാനം വി രാമസ്വാമി നായ്ക്കരാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2012 HSയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എവിടെയോ കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എവിടെയോ പഠിച്ച പോലെ 2012 HS സോഷ്യൽ സയൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തോന്നുന്നു, സ്വാഭിമാന പ്രസ്ഥാനം വി രാമസ്വാമി നായ്ക്കരാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന SNDP നമുക്കറിയാമല്ലോ, ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അയ്യങ്കാളി. അപ്പൊ ഇതിനകത്ത് പ്രാർത്ഥനാ സമാജം ആത്മാറാം, ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഇത് ഇമ്പോർട്ടന്റ് ആണ്, മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും. പിന്നീട് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം ബന്ദലുവാണ്. സ്വാഭിമാന പ്രസ്ഥാനം വി രാമസ്വാമി നായ്ക്കരാണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഇത് അറിയാവുന്നവർക്ക് ഒരുപാട് പേരുണ്ടാകാനാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അറിയാത്തവർ എന്ത് ചെയ്യുക, ഇത് എഴുതിയെടുത്ത് ഒരു നിങ്ങളുടേതായ രീതിയിലുള്ള കോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അടുത്ത പേജിൽ അവിടെ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു, ദേശീയതയ്ക്ക് കാരണമായി, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നീട് വരുന്നത് ഗതാഗതവും വാർത്താവിനിമയം എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാപാരം, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുന്ന അവരുടെ ഭരണം കൂടുതൽ സൗകര്യമാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഗതാഗതവും വാർത്താവിനിമയ സമ്പ്രദായങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും ഒക്കെ അവർ ആരംഭിക്കുന്നത്. ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനൊക്കെ ഇന്ത്യക്കാരെ ഈ സൗകര്യങ്ങൾ സഹായിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ റെയിൽവേ പാളവും ട്രെയിൻ ഗതാഗതവും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്വത്തുക്കൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. ഇന്ത്യക്ക് ഒരുപാട് ദോഷമുണ്ടായി. ഇന്ത്യയുടെ അളവറ്റ സമ്പത്ത് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗുണമുണ്ടായി, ദോഷമുണ്ടായി. പിന്നീട് എല്ലാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആശയവിനിമയം നടത്താനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉപകരിച്ചു. പിന്നീട് അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു ഇതുവഴിയൊക്കെ. അപ്പൊ അക്കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തത്. പിന്നീട് ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങി നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴെ വരുമ്പോൾ രാഷ്ട്രീയ സംഘടനകളെ രൂപം കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. കാരണം ഈ പറയുന്ന ദേശീയത ഇന്ത്യയിൽ ഉടലെടുത്തതിന് ശേഷം, ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ ഐക്യബോധം ഉണ്ടായതിനു ശേഷം കുറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിൽ ഉടലെടുക്കുന്നു. അവരുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ, അവർ അതിന് ലീഡേഴ്സ് വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് ആരാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസ്, ഇവർ രണ്ടുപേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. ഇത് എവിടെയാണ് ഇതിന്റെ പ്രവർത്തന കേന്ദ്രം, അല്ലെങ്കിൽ ഇത് എവിടെയാണ് തുടങ്ങിയത് എന്നും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചത് അത് കൽക്കട്ടയിലാണ്. ഇത് ഇമ്പോർട്ടന്റ് കേട്ടോ. കൽക്കട്ടയിലാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ ആരൊക്കെ ചേർന്നാണ് നേതൃത്വം കൊടുത്തത്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. പഠിക്കണേ, സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. അപ്പൊ ബാനർജിയും ബോസും ചേർന്ന് രണ്ട് ബായുണ്ട് ഇവിടെ, അത് രണ്ടുകൂടെ കണക്ട് ചെയ്യണം. അപ്പൊ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസും ചേർന്ന് എന്ത് ചെയ്തു, ഇന്ത്യൻ അസോസിയേഷൻ രൂപം കൊടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ ഇതൊരു വലിയ
രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവരെന്ത് ചെയ്തു, ഒരു വലിയ ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് സമരത്തിനും ഒക്കെ പോകുന്നത്. ഇപ്പോൾ ഇവരെവിടെ സമരം ഉണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യും, വലിയൊരു ബാനർ പിടിച്ചുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ ആര് കാണും, ബോസ് കാണും. ബോസ് ആണല്ലോ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ബോസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ബാനറും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് കൽക്കട്ടയിലാണ് ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത്. രണ്ടാമത്തെയാണ് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജനസഭ മദ്രാസിലാണ്, ആ പേര് തന്നെ ഉണ്ട്. മദ്രാസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് 3 പേര് ചേർന്നാണ്. വീരരാഘവാചാരി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇദ്ദേഹമാണ് മെയിൻ ആള്. വീരരാഘവാചാരി, പിന്നെ ഒരു സുബ്രഹ്മണ്യ അയ്യരുണ്ട്, പിന്നെ ആനന്ദ ചാർലു എന്ന് പറയുന്ന ഒരു മൂന്നാമനോടും കൂടിയുണ്ട്. ഇവർ 3 പേരാണ് ഈ ഒരു മദ്രാസ് മഹാജനസഭയ്ക്ക് എന്ത് ചെയ്തത്, നേതൃത്വം കൊടുത്തത്. മദ്രാസ് ആണ് അതിന്റെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അതിന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരിക്കും, ബോംബെയിലാണ്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അത് പെട്ടെന്ന് കിട്ടും. ഈ 3 പേര് ചേർന്നാണ് അത് നേതൃത്വം കൊടുത്തത്. ഫിറോസ് ഷാ മേത്ത, ഇദ്ദേഹമായിരുന്നു അതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. ഫിറോസ് ഷാ മേത്ത, പിന്നീട് KT തലാങ്ക്, പിന്നീട് ബദ്രുദ്ദീൻ ത്യാബ്ജി. ഇങ്ങനെ 3 പേര് ചേർന്നിട്ടാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന് പറയുന്ന എന്ത് ചെയ്തത്, പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരെയും പഠിക്കണം. 3 പേരെയും പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയുന്ന പോലെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പം ഈ പറയുന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്ന് പറഞ്ഞു, ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ്. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം മർക്കൽ കൽക്കട്ടയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് നേതൃത്വം കൊടുത്തത്. പിന്നീട് മദ്രാസ് മഹാജനസഭ മദ്രാസിലാണ്. 3 പേര് ആരൊക്കെയാണ്, വീരരാഘവാചാരി, സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെയാണ് ബോംബെ പ്രസിഡൻസ് അസോസിയേഷൻ, ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, KT തലാങ്ക്, ബദ്രുദ്ദീൻ ത്യാബ്ജി. ഇത് 3 പേരെ മറന്നു പോലട്ടോ, ബോംബെക്കാരാണ് ഇവർ 3 പേരും. ഫിറോസ് ഷാ മേത്ത, ഇവരൊക്കെ വലിയ വ്യവസായികൾ കൂടിയായിരുന്നു ആലോചിക്കുക കേട്ടോ. ഫിറോസ് ഷാ മേത്ത അദ്ദേഹം വലിയൊരു വ്യവസായിയായിരുന്നു. പിന്നെ ഈ പറയുന്ന KT തലാങ്ക് അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു. പിന്നീട് ഈ പറയുന്ന ബദ്രുദ്ദീൻ ത്യാബ്ജി, ഇവർ 3 പേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ബോംബെയിൽ ഇങ്ങനെ ഒരു പ്രസിഡൻസി അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണപ്പെടുന്നു, ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമാണ് ഒതുങ്ങി. നമുക്കറിയാം മദ്രാസിലും ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങുന്നു. ധനികരുടെ മധ്യവർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജന രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകതയൊക്കെ ശക്തിപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഒരു അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുമ്പോൾ നമുക്കതറിയാം, INC ആണ്. INCയുടെ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1785 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേര് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നമുക്കറിയാം INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28 ആണെന്ന് അറിയാം. അത് എവിടെ വെച്ചാണ് തുടങ്ങിയത് നമുക്കറിയാം, ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് വെച്ചായിരുന്നു. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ്. എത്ര പേര് പങ്കെടുത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. 72 പേര് അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത് 72 പേരാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 72. വേറൊരു 78ന്റെ കണക്ക് നമുക്കറിയാം. ഈ 78 72 തിരിഞ്ഞു പോലെ 78 ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത്. ദണ്ഡി യാത്രയിലായിരുന്നു 78 പേര് ഗാന്ധിജിയോട് ഉണ്ടായിരുന്നത്. 72 പേരെന്താണ്, നമ്മുടെ INCയിലായിരുന്നു, മനസ്സിലാക്കണം കേട്ടോ. 72 INCയിലായിരുന്നു. INCയിൽ 72 പേരായിരുന്നു പങ്കെടുത്തത്. ഓക്കെ. അപ്പോൾ 1885 ഡിസംബർ 28 പകൽ 12 മണിക്ക് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ഇത് എവിടെ വെച്ചാണെന്ന് ചോദിക്കും. INC രൂപീകരിച്ചത് എവിടെയാണ്, ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് വെച്ചിട്ടാണ്. പിന്നെ 1885 മാസം ഉൾപ്പെടെ പഠിക്കണം. 1885 ഡിസംബർ 28 INC സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായിട്ട് പ്രവർത്തിച്ചവരായിരുന്നു അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവരായിരുന്നു. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായിരുന്ന അലൻ ഒക്ടോവിൻ ഹ്യൂം, നമുക്കറിയാം AO ഹ്യൂം, അദ്ദേഹമായിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചാണ്. അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ WC ബാനർജി ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. WC ബാനർജി ആയിരുന്നു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹമാണ് അധ്യക്ഷത. അപ്പൊ INCയുടെ അധ്യക്ഷൻ, ആദ്യത്തെ ഫസ്റ്റ് അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്, അത് WC ബാനർജി ആയിരുന്നു. WC ബാനർജി ആയിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരൻ, ഒരു ബ്രിട്ടീഷുകാരൻ ഉണ്ടായിരുന്നു. അതാരായിരുന്നു വെച്ചാൽ AO ഹ്യൂം ആയിരുന്നു. AO ഹ്യൂം, ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചു. AO ഹ്യൂം ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ INCയിലെ സംഘാടകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിരുന്നു. പിന്നീട് താഴ്ത്തു വരുമ്പോൾ അദ്ദേഹം അവരുടെ INCയുടെ സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീട് INCയുടെ ലക്ഷ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദം ബന്ധം വളർത്തുക, ജാതിയുടെ മതത്തിന്റെ പ്രവിശ്യയുടെ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് മുമ്പായി അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നതായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. ഇതൊക്കെ നമുക്കറിയാം.
അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നൗറോജി, അതുപോലെ സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മെഹ്ത, ബദ്രുദ്ദീൻ ദ്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാല ഗംഗാധര തിലക്, അതുപോലെ ആനന്ദ് ചാർജു, ആസി ദത്ത്, ആനന്ദ മോഹനൊക്കെ എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ചത് ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ വിഭജനവും ഭിന്നിപ്പിക്കലും എന്ന് പറയുന്ന ചെറിയൊരു കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഐക്യ ബംഗാളിന്റെ ശക്തിയാണ് ഇതൊക്കെ. ഇത് ഒരുപാട് തവണ നമ്മുടെ കഴിഞ്ഞ ടെക്സ്റ്റിൽ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ എക്സാമിനൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഐക്യ ബംഗാളിന്റെ ശക്തിയാണ്, ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും എന്ന് പറഞ്ഞത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിസ്ലെയാണ് ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നീട് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സർ സി ശങ്കരൻ നായർ. നമുക്കറിയാം INC-യുടെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളിയാണ് സർ സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിലെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇതെന്താണ്, ഇത് ഒരുപാട് തവണ PSCയും നമ്മുടെ എല്ലാ എക്സാമിനും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. INC-യുടെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഞാൻ PSC എക്സാം എഴുതുന്ന കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. INC-യുടെ അധ്യക്ഷനായ ആദ്യ മലയാളി അദ്ദേഹത്തിന്റെ ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. പിന്നീട് അടുത്ത പേജിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ അവിടെ നമ്മുടെ റിസ്ലെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് അവിടെ കൊടുത്തത്. പിന്നീട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. നമുക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യ രണ്ടായിട്ട് വിഭജിക്കുന്നതായിരുന്നു അവർ ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായിട്ടുള്ള ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു എന്ത് ചെയ്തത്, നമ്മുടെ ബംഗാൾ വിഭജനം നടത്തിയത്. ഇതൊക്കെ നമുക്കറിയാം. ബംഗാൾ വിഭജനം, ബംഗാളിനെ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. ബ്രിട്ടീഷുകാർ രണ്ടായിട്ട് ഇന്ത്യ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. പിന്നീട് വിഭജനം നിലവിൽ വന്നതിന് ശേഷം 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്, എന്നായിരുന്നു ഈ ദുഃഖാചരണം നടന്നിട്ടുള്ള ഡേറ്റ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1905 ഒക്ടോബർ 16 എന്ത് ചെയ്തത്, ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നത്. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിലൊക്കെ സംഘടിക്കുകയും പ്രതിഷേധങ്ങൾക്ക് വലിയൊരു സമരമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ഒക്കെ നടന്നു. അങ്ങനെ സ്വാശ്രയം എന്തായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന് പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തോടെ എന്ത് ചെയ്യുന്നു, ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കാൻ ചെയ്യുന്ന അതൊരു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യമായിരുന്നു. അതെന്ന് അവിടെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്തു, ഇന്ത്യക്കാർ ആരംഭിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പേജിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ താഴ്ത്തു വരുമ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്. ആചാര്യ PC റോയ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ നമ്മുടെ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആചാര്യ PC റോയ് ആണ്. രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, അതുപോലെ തന്നെ V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, അതുപോലെ ജംഷഡ്ജി ടാറ്റ ആരംഭിച്ച സ്റ്റീൽ ഫാക്ടറി, ഇതൊക്കെ നമ്മുടെ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. നമുക്കറിയാം സ്വദേശി എന്ന് പറയുന്ന ആ ഒരു പിന്നെ മീനിങ്ങിൽ സ്വദേശി എന്ന് പറയുന്ന ആ ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ V ചിദംബരം, ഇതും ചോദിച്ചിട്ടുണ്ട്. ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരെന്ന് വെച്ചാൽ അത് ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. അതുപോലെ തന്നെ ജംഷഡ്ജി ടാറ്റ ആരംഭിച്ച സ്റ്റീൽ ഫാക്ടറി, ഇതൊക്കെ നമ്മുടെ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട കമ്പനികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് സുരേന്ദ്രനാഥ ബാനർജി, ഇന്ത്യൻ അസോസിയേഷൻ, നമുക്കറിയാം അദ്ദേഹം സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിന് നിറം ചാർത്തി ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കാൻ പുരോഹിതന്മാർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പ് പഞ്ചസാര ഉപയോഗിച്ച് ആഘോഷമേളകളിൽ പങ്കെടുക്കാൻ അതിൽ വിസമിച്ചു. ആധുനിക ഇന്ത്യ ബിപിൻ ചന്ദ്ര ആ ഒരു ടെക്സ്റ്റിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള സുരേന്ദ്രനാഥ് ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള ആ ഒരു വിവരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ താപ്പോട്ട് വരുമ്പം പിന്നെ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഇത്തരം പിന്നെ സംഘടനകളെ, ഇത്തരം സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതിനെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്തരം പ്രചാരണ പരിപാടികളൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിന് ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കി ഇന്ത്യൻ ജനതയിൽ വലിയൊരു സ്വാധീനം ചെലുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെല്ലാം ഇതിനൊരു ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം
അനുഭവപ്പെട്ടു എന്നാണ് അവിടെ കൊടുത്തുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും ദേശീയ പ്രസ്ഥാനത്തിന് സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അടുത്ത പേജിലേക്ക് വരുമ്പം മിതവാദികളും തീവ്ര ദേശീയവാദികളും, നമുക്കറിയാം INC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് INC-യിൽ രണ്ട് വിഭാഗം ഉണ്ടാകുന്നുണ്ട്. ഒന്ന് മിതവാദികളും തീവ്രവാദികളും, അല്ലെ, തീവ്ര ദേശീയവാദികളും രണ്ട് വിഭാഗമായിട്ട് മാറുന്നതിനെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. നമുക്കറിയാം മിതവാദികൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. താഴെ പറഞ്ഞാൽ മിതവാദികൾ ആരെല്ലാമാണ്, അല്ലെങ്കിൽ തീവ്രവാദി ദേശീയവാദികൾ ആരെല്ലാമാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ മിതവാദികളിനകത്ത് വരുന്നതാണെന്ന് ആര്? ഫിറോസ് ഷാ മേത്ത, അതുപോലെ തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ഇവരൊക്കെ ആരാണ്? സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന, സമാധാനപരമായിട്ട് അഹിംസയിൽ ഊന്നി വാദിച്ചവരാണ് ആരൊക്കെ? മിതവാദികൾ എന്ന് പറയുന്നത്. ഫിറോസ് ഷാ മേത്ത ആരൊക്കെയാന്ന് പറഞ്ഞാൽ ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട. ഇവർ മാത്രമല്ല, കുറച്ചുപേരുണ്ട് പ്രധാനപ്പെട്ട മിതവാദികൾ. സമാധാനപരവും രക്തരഹിതവുമായിട്ടുള്ള സമരങ്ങളും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങളിലൊക്കെയാണ് അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരായിരുന്നു തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെടുന്നത്. ലാൽ ബാൽ പാൽ, ഇവർ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ലാൽ ബാൽ പാൽ, ഇവർ 3 പേരാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. തീവ്രവാദികൾ എന്ന് പറയുന്ന ആരാണ്? ലാൽ ബാൽ പാലാണ്. ബാലഗംഗാധര തിലകന്, ബിപിൻ ചന്ദ്രപാൽ, ലാലാജി ലജ്പത് റായ്. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളിൽ നിന്ന് തികച്ചു വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തന രീതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇവർ ശക്തമായിട്ടുള്ള പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന് വാദിച്ചവരാണ്. നമുക്കറിയാം. പിന്നീട് മിതവാദികളും തീവ്രവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് സ്പ്ലിറ്റ്. നമുക്കറിയാം 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് അവർ ഭയങ്കരമായിട്ട് ഇതായിട്ട് അവരെന്ത് ചെയ്തു? രണ്ടായിട്ട് പിരിയുകയാണ്. അപ്പോൾ 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച്, INC-യുടെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് ചെയ്തത്? ഈ രണ്ടായിട്ട് ഒരു പിളർപ്പുണ്ടായത്. തീവ്രവാദികളും അതുപോലെ തന്നെ മിതവാദികളും രണ്ടായിട്ട് പിളരുന്നത് എവിടെയാണ്? 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണെന്ന് നമ്മൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസിനുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായിട്ട് മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെതിരെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുക, നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അശ്വിനി കുമാർ ദത്തിന്റെ ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സംഘടനകൾ. അത് അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ചിട്ടുള്ള സ്വദേശി ബാന്ധവ സമിതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ചിട്ടുള്ള സ്വദേശി ബാന്ധവ സമിതി. സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് ആരാണെന്ന് വെച്ചാൽ അശ്വിനി കുമാർ ദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അശ്വിനി കുമാർ ദത്തിന്റെ സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റു മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയൊക്കെയായിരുന്നു ഈ പറയുന്ന നമ്മുടെ സ്വദേശി ബാന്ധവ സമിതിയുടെ ലക്ഷ്യം. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സ്വദേശിയെന്ന്. അപ്പോൾ അത് അശ്വിനി കുമാർ ദത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്? ഈ സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നമുക്കറിയാം സ്വദേശി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാകുമ്പോൾ സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അതിൽ പകർച്ചവ്യാധിയൊക്കെ ആ സമയത്ത് ഒരുപാടുണ്ടായിരുന്നു, രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദുരിതം അനുഭവിക്കുന്നവർ സഹായിക്കുക. ഈ സന്നദ്ധ ഭടന്മാരുണ്ടല്ലോ, അത് അവർക്ക് എന്ത് ചെയ്യണം? കായിക പരിശീലനമൊക്കെ നൽകുക. അതൊക്കെയായിരുന്നു ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തെ കുറിച്ച് 1906 കാര്യങ്ങൾ, മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാധാന്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണത്തെ കുറിച്ച് അനുകൂലമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഓരോ വർഗ്ഗങ്ങൾക്കും വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊണ്ടുവന്ന് മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും ദേശീയത്തെ തകർക്കാനും ബ്രിട്ടീഷുകാർക്ക് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് നിലകൊണ്ടു. അപ്പോൾ വൈസ്രോയി വളരെ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു. മുസ്ലിങ്ങൾക്കായിട്ട് പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ അത് പ്രചോദനമായി. ഇങ്ങനെയാണ് 1906 എന്ത് ചെയ്യുന്നത്? സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാപിച്ചതെന്നാണ് ചോദിച്ചിട്ടുണ്ട്. 1906 പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മുടെ ജയിലിലടച്ച അവിടെ നമ്മൾ കഴിഞ്ഞ ഒരു പേജിൽ പറഞ്ഞിട്ട് തുടർച്ചയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈ തീവ്രവാദ അല്ലെങ്കിൽ തീവ്രമായിട്ട് ബാധിച്ചവരെയൊക്കെ പിടിച്ച് ജയിലിലടച്ച നേതാക്കന്മാരെ ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാട് കടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപയോഗിച്ച് പേടിച്ചുകൊണ്ട് പിന്മാറി. ജനറോഷം നടപ്പിക്കുന്ന കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കാൻ വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 മിന്റോ മോർലി പരിഷ്കാരം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മിന്റോ മോർലി പരിഷ്കാരം എന്താണെന്ന് വെച്ചാൽ 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരം 1909 ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്നറിയോ? ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
അപ്പം ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭരണപരിഷ്കാരം ഏതാണ്? അതേതാണ്? 1909 മിന്റോ മോർലിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഏതൊക്കെയായിരുന്നു? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. ഇത് രണ്ടുമായിരുന്നു പ്രധാനമായിട്ടും മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ രണ്ട് ലക്ഷ്യങ്ങൾ. പിന്നീട് ലാൽ ബാൽ പാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലാൽ ബാൽ പാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനത്ത് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന് ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. അപ്പം അവർ മൂന്നുപേരുടെയും ഫോട്ടോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തെ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരവും എന്ന് അവിടെ കൊടുത്ത് നമുക്ക് അറിയാൻ കാര്യമാണ്. പിന്നീട് ഹോം റൂൾ ലീഗിനെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായിട്ട് ഉണ്ടായി. ഇത് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റും ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഹോം റൂൾ ലീഗ് പിന്നെ ആരംഭിച്ചത് ആരൊക്കെയാണ്? ആനി ബസന്റും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ ലീഗ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂളിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. ഹോം റൂൾ എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. സ്വയംഭരണമായിരുന്നു ഈ സംഘടന ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായിട്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിച്ചു. അതിന്റെ ശാഖകൾ സ്ഥാപിച്ചു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷത. ഇത് ചോദിച്ചിട്ടുണ്ട്. ആനി ബസന്റ് ഏത് INC സമ്മേളനത്തിലാണ് അധ്യക്ഷത ചോദിച്ചിട്ടുണ്ട്? അത് 1917 കൽക്കട്ട സമ്മേളനത്തിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും ചോദിച്ചിട്ടുണ്ട്. ആനി ബസന്റ് അധ്യക്ഷയായ INC സമ്മേളനം 1917 കൽക്കട്ട സമ്മേളനമാണ്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ INCയുടെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. അതേപോലെ തന്നെ 1917 കൽക്കട്ട സമ്മേളനത്തിനാണ് ആദ്യമായിട്ട് അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഹോം റൂൾ ലീഗ് ആരൊക്കെയാണ്? ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വയംഭരണമായിരുന്നു. അതുപോലെ തന്നെ ആനി ബസന്റും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിലായിരുന്നു സ്ഥാപിച്ചത് ഹോം റൂൾ. പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അത് തന്നെ അതിനുശേഷം 1917 കൽക്കട്ട സമ്മേളനത്തിൽ അവർ INC സമ്മേളനത്തിൽ അധ്യക്ഷയാകുന്ന ആദ്യ വനിതയാകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പം ഐക്യത്തിന്റെ ലക്നോ എന്ന് പറഞ്ഞൊരു പേജാണ് അവിടെ തുടങ്ങുന്നത്. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു 1907 സൂററ്റ് സ്പ്ലിറ്റില് നമ്മുടെ തീവ്രവാദികളും മിതവാദികളും രണ്ടായിട്ട് പിരിഞ്ഞു. പക്ഷേ ഈ 1916 കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. 1916 INCയുടെ സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? ലക്നോ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. 1916 ലക്നോ സമ്മേളനത്തിലാണ്, INCയുടെ ലക്നോ സമ്മേളനത്തിലാണ് തീവ്രവാദികളും തീവ്ര ദേശീയവാദികളും അതുപോലെ തന്നെ മിതവാദികളും എന്ത് ചെയ്യുന്നു? ഐക്യപ്പെടാനും INC സർവേന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച രണ്ട് കാര്യങ്ങൾ 1916 ലക്നോ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ്. ഏതൊക്കെയാണ്? മിതവാദികളും ദേശീയവാദികളും എന്ത് ചെയ്യുന്നു? ഐക്യപ്പെടാനും അതുപോലെ തന്നെ INCയും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ചില രഹസ്യ വിപ്ലവ സംഘടനകളൊക്കെ രൂപീകരിച്ച് സായുധ സമരത്തിന് മാർഗ്ഗമൊക്കെ അവലംബിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർ ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് പട്ടികകൾ നൽകിയതും. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3-4 വിപ്ലവ സംഘടനകളും അതിന് നേതൃത്വം കൊടുത്തവരെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറേ സംഘടനകൾ അതിൻ്റെ സ്ഥാപകരെയും പഠിച്ച പോലെ തന്നെ ഇതും നമ്മൾ അങ്ങനെ പഠിക്കാൻ പറ്റൂ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. അത് ഏതെങ്കിലും കോഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മൈൻഡിൽ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോത്തില്ല. അനുശീലൻ സമിതി ഒന്നാമത്തെ വിപ്ലവ സംഘടനയാണ്. അനുശീലൻ സമിതി നടന്ന സ്ഥലം ഇതിന്റെ ബംഗാളിലായിരുന്നു ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അനുശീലൻ സമിതിയുടെ ഹെഡ്ക്വാർട്ടർ HQ എന്നൊക്കെ പറഞ്ഞ എവിടെയാണ്? ബംഗാളിലായിരുന്നു സ്ഥാപിച്ചത്. രണ്ടുപേരാണ്. ആരൊക്കെയാണ്? സചീന്ദ്രനാഥ് സന്യാലും അരവിന്ദ ഘോഷും. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതി ചെയ്തു, ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സചീന്ദ്രനാഥ് സന്യാൽ. അപ്പോൾ ഈ അരവിന്ദ ഘോഷിന്റെ പേര് ഞാൻ ഇവിടെ കണ്ടില്ല അന്ന്, പക്ഷേ അരവിന്ദ ഘോഷ് ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഞാൻ എഴുതിയ എക്സാമിൽ സചീന്ദ്രനാഥ് സന്യാൽ മാത്രമേ ഓപ്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അനുശീലൻ സമിതി സ്ഥാപിച്ച രണ്ട് പേര് ആരൊക്കെയാണ്? ബംഗാളിലാണ് സ്ഥാപിച്ചത് സചീന്ദ്രനാഥ് സന്യാലും അരവിന്ദ ഘോഷും. ഇവർ രണ്ടുമാണ് അനുശീലൻ സമിതി സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ. ഭാരതമാതാ അസോസിയേഷൻ മദ്രാസിലാണ് സ്ഥാപിച്ചത്. ഈ സ്ഥലമോടെ പഠിക്കണം കേട്ടോ. ഭാരതമാതാ അസോസിയേഷൻ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്, ഇവർ 3 പേര് ചേർന്നിട്ടാണ് ഇത് ഭാരതമാതാ അസോസിയേഷൻ എന്ന് പറയുന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത്. ആരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, ഭാരതമാതാ അസോസിയേഷൻ. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വരും എന്ന് നമ്മൾ ചിന്തിക്കണം. ഭാരതമാതാ അസോസിയേഷൻ, നീലകണ്ഠ ബ്രഹ്മചാരി, പിന്നീട് ഒരു വാഞ്ചി അയ്യർ. ഇവിടെ ബ്രഹ്മചാരി ഉണ്ട്, ഇവിടെ അയ്യരുണ്ട്, പിന്നെ ഒരു സിംഗ് ഉണ്ട്. ഇങ്ങനെ പഠിക്കണം കണക്ട് ചെയ്ത് കേട്ടോ. ഭാരത് മാതാ അസോസിയേഷൻ.
ആരൊക്കെയാണ്? ഒരു ബ്രഹ്മചാരി ഉണ്ട്, ഒരു അയ്യരുണ്ട്, ഒരു സിംഗ് ഉണ്ട്. ഇപ്പം ഒരു അയ്യരും ഒരു ബ്രഹ്മചാരി ഒരു സിംഗും ചേർന്നാണ്. അങ്ങനെയെങ്കിലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഭാരതമാതാ അസോസിയേഷൻ ഇതിന്റെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മദ്രാസിലാണ്. ഈ നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചിയേരിയും നമുക്കൊരു തമിഴ് ലുക്കൊക്കെ വരുന്നുണ്ടല്ലേ ആ പേര് കേട്ടപ്പോൾ. ഈ അജിത് സിംഗ് ആണ് നമുക്ക് ഒരു തമിഴ് ലുക്ക് വരുന്നില്ല, പക്ഷേ ഈ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു മനസ്സിലാക്കണം കേട്ടോ. മദ്രാസിലായിരുന്നു എൻ്റെ സ്ഥലം. ഭാരതമാതാ അസോസിയേഷൻ സംഘടന 3 പേര് ചേർന്ന്, ആരൊക്കെ? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചിയർ, അജിത് സിംഗ്, ഒരു 3 പേര് ചേർന്നിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. പിന്നീട് യുഗാന്തർ പാർട്ടി, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യുഗാന്തർ പാർട്ടി ബംഗാളിലാണ് ഇതിന്റെ HQ ഹെഡ്ക്വാർട്ടേഴ്സ്. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും 2 ബോസാണ് കേട്ടോ, 2 ബോസാണ് കേട്ടോ. ഇവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നുണ്ട്. എനിക്ക് എവിടെയോ പഠിച്ചതുപോലെ ഖുദിറാം ബോസിന് എന്തോ രക്തസാക്ഷി എന്തോ ആയിരുന്നു സംഭവം. അപ്പൊ യുഗാന്തർ പാർട്ടി വിപ്ലവ സംഘടനയാണ് യുഗാന്തർ പാർട്ടി. ബംഗാളിലാണ് യുഗാന്തർ പാർട്ടിയുടെ HQ. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും ഇവർ 2 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഈ യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വരുന്നതാണ് ഗദ്ദർ പാർട്ടി. നമുക്കറിയാം ലാലാ ഹർദയാൽ, അതായിക്കകത്ത് പിടിച്ചോണം ഗദ്ദർ കേട്ടോ. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ അമേരിക്കയിലാണ് കേട്ടോ. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് അമേരിക്കയിലാണെന്ന് പഠിക്കണം. അപ്പൊ അദ്ദേഹം അമേരിക്കയിലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഈ 4 വിപ്ലവ സംഘടനകളും അതിന്റെ സ്ഥാപകരും അതിന്റെ സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് താഴെ കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരന് INC-യുടെ രൂപീകരണത്തോട് ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് സംഘടിത രൂപം കൈവന്നു. ഇന്ത്യൻ ജനതയുടെ അക്കാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. അപ്പം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ 2ാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.